അങ്ങനെ അമേരിക്ക തേഞ്ഞു. ഇന്ത്യയും ചൈനയും ഭായിമാരായി. ഇതിനൊക്കെ കാരണക്കാരനായ അമേരിക്കയ്ക്ക് നന്ദി പറയാതെ കഴിയില്ലല്ലോ. അമേരിക്കയുടെ താരിഫ് യുദ്ധം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഇന്ത്യയുടെ വ്യാവസായിക മേഖലകളെ അങ്ങ് മറിച്ചു കളയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. നടന്നത് ഇന്ത്യ, റഷ്യ, ചൈന 3 വമ്പൻ ശക്തികളായി ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇനി ലക്ഷ്യം പാകിസ്ഥാൻ ഒഴികെയുള്ള അയൽരാജ്യങ്ങളുമായി നല്ല ബന്ധം. പാകിസ്ഥാനും അമേരിക്കയും കൈകോർക്കുമ്പോൾ മറുതന്ത്രവുമായി ഇന്ത്യ രംഗത്തിറങ്ങുകയാണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രത്യേക ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും നെഞ്ചെടുപ്പ് ഉയർത്തുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നരേന്ദ്രമോദിയെ കണ്ട ഷീ ജിൻപിങ്ങിന്റെ ക്ഷണക്കത്ത് കൈമാറി. അതിർത്തിയിലെ സമാധാനം 2 രാജ്യങ്ങൾക്കുമിടയിലെ നല്ല ബന്ധത്തിന് അനിവാര്യമെന്നാണ് മോദി പറയുന്നത്. കസായിൽ താനും ഷീ ജിൻപിങ്ങും ഉണ്ടാക്കിയ ധാരണയ്ക്ക് ശേഷം ചൈനയുമായുള്ള ബന്ധത്തിലുണ്ടായ പുരോഗതി സ്വാഗതാർഹമാണെന്നും മോദി പറയുന്നു. അതായത് ഇന്ത്യ, റഷ്യ, ചൈന സഹകരണത്തിന്റെ സാധ്യത ഇവിടെ തെളിഞ്ഞു തുടങ്ങി മക്കളെ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വർഷം കസാനിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരസ്പരം താല്പര്യങ്ങളെയും സംവേദനക്ഷമതയെയും ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യ ചൈന ബന്ധം സ്ഥിരമായ പുരോഗതി കൈവരിച്ചു. തങ്ങളുടെ അടുത്ത കൂടിക്കാഴ്ചയ്ക്കായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സ്ഥിരമായുള്ളതും പ്രവചനാതീതവും ക്രിയാത്മകവുമായ ബന്ധം പ്രാദേശികവും ആഗോളവുമായ സമാധാനത്തിനും സമൃദ്ധിക്കും ഗണ്യമായ സംഭാവന നൽകും. ഇതാണ് മോദി എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ ഇന്ത്യ ചൈന അതിർത്തി ശാന്തമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പറഞ്ഞിരുന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് സിയുമായുള്ള SR ടോക്സ് എന്ന ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നുമായി ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നും ചൈന പറയുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്ഥിരമായ മുന്നേറ്റം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും അതിർത്തിയിലെ തർക്കങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും നിലനിൽക്കെ ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാനാണ് ചൈനയുടെയും ഇന്ത്യയുടെയും ലക്ഷ്യം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ബന്ധം സ്ഥിരമായ മുന്നേറ്റം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇത് നിർണായകമാണ്. പരസ്പര താല്പര്യങ്ങളെയും സംവേദനക്ഷമതയെയും ബഹുമാനിച്ചുകൊണ്ടുള്ള സമീപനമാണ് ഈ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സ്ഥിരവും ക്രിയാത്മകവും പ്രവചനാതീതവുമായ ബന്ധം പ്രാദേശികവും ആഗോളവുമായ സമാധാനത്തിനും സമൃദ്ധിക്കും വലിയ സംഭാവന നൽകും. വരാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങുമായി മോദി നടത്തുന്ന കൂടിക്കാഴ്ചയെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ ടിയാൻജിയിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്കുള്ള ക്ഷണം വാങ്ങി പ്രധാനമന്ത്രി മോദിക്ക് കൈമാറി. ഈ ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചകളെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള ചർച്ചയും ചൈനീസ് വിദേശകാര്യമന്ത്രി പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. അതിർത്തിയിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ട പ്രാധാന്യം പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതിർത്തി പ്രശ്നത്തിന് ന്യായവും യുക്തിസഹവും പരസ്പരം സ്വീകാര്യവുമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും പറയുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായി അങ്ങനെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വലിയ ദൃഢമാവുകയാണ്, ശക്തമാവുകയാണ്. ഇവിടെ നമ്മൾ അമേരിക്കയാണ് നോക്കുകുത്തിയായി നിൽക്കേണ്ട കാഴ്ച കാണുന്നത്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയും ചൈനയും റഷ്യയും അവർ 3 പേരും ഒന്നായി തീർന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ പുതിയൊരു നീക്കം നടത്താൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല അമേരിക്ക ഇനി തങ്ങൾക്കൊപ്പം വേണ്ട എന്നുള്ളൊരു നിലപാട് കൂടി. കാരണം പാകിസ്ഥാനെ കൂടെ നിർത്തുന്നത്, അപ്പോൾ ചൈനയായാലും അങ്ങനെ തന്നെയാണ്, പാകിസ്ഥാനെ കൂടെ നിർത്തുന്ന അമേരിക്കയുമായി തൽക്കാലം ഒരു ബന്ധത്തിന് പോകണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. അതായത് മോദിക്ക് ചില രഹസ്യ നീക്കങ്ങൾ ചൈന കൈമാറിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ
എന്താണ് ഇനി ഇന്ത്യയിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുടെ ചില വിവരങ്ങൾ ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന ആരെ, എവിടെ, എന്തൊക്കെ, എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, തങ്ങളെക്കാൾ കൂടുതൽ ആരാണ് വളരുന്നു എന്നുള്ളതൊക്കെ ചൈന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരുന്ന രാജ്യങ്ങളോടൊപ്പം നിൽക്കുന്നത് ചൈനയുടെ ഒരു സ്വഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഒരു പ്രശ്നവുമായി ഇന്ത്യക്ക് നേരെ വന്നപ്പോൾ ചൈന അതിനെ തടുത്തു നിർത്തിയതും ഞങ്ങളുണ്ട് ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിക്സ് സംഘടന വളരെ ശക്തമാക്കുന്നതും, ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ രാജ്യങ്ങൾ അടക്കം ക്ഷണിക്കുന്നതും, ബ്രിക്സ് കറൻസി അടക്കം കൊണ്ടുവരുമെന്ന് പറയുന്നത്, അവിടെ ഡോളറിൻ്റെ മൂല്യം ഇടിയിച്ചുകൊണ്ടൊക്കെ അത്തരത്തിൽ വലിയ നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ചൈന ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് എന്ത് നീക്കത്തിനായിരിക്കും ചൈന ഇനി ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഉച്ചകോടിയിൽ എന്തൊക്കെ ഒരു സ്ഥിരമായ ഒരു അതായത് പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതോ ബന്ധമില്ലാതായി പോകുന്നതോ ഉള്ള രീതിയിലല്ല. എപ്പോഴും നമ്മുടെ ഒരു അയൽരാജ്യം നമ്മളോടൊപ്പം, ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന സമയത്ത് ബംഗ്ലാദേശ് നമ്മളോട് വളരെ അടുത്ത് ഇടപഴകി പെരുമാറിയിരുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള അയൽരാജ്യങ്ങളൊന്നായിരുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽരാജ്യമാണ് ചൈനയും. അപ്പോൾ ചൈനയെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിയാൽ അത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വളരെ മാർക്കറ്റുണ്ട്. അത് ചൈനയും തിരിച്ചറിയുന്നുണ്ട്. ആ മാർക്കറ്റ് കുറച്ചുകൂടി വിശാലമാക്കാൻ ഇന്ത്യയുടെ സഹായം ചൈനയ്ക്ക് ആവശ്യമാണ്. ആ സഹായം മുന്നോട്ട് കൊണ്ടുപോകാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന വളരെ എന്താ പറയുക, വളരെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ തുടങ്ങുകയാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം നൽകിക്കൊണ്ട് ചൈനീസ് വിദേശകാര്യമന്ത്രി വരുന്നു. ആ ക്ഷണം നരേന്ദ്രമോദി സ്വീകരിക്കുന്നു. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ചിന്തിക്കുന്ന കാര്യം. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചൈനയും ഇന്ത്യയും റഷ്യയും ഒന്നാകരുത് എന്നാണ് അമേരിക്ക ആഗ്രഹിച്ചിരുന്നത്. അത് അമേരിക്ക തന്നെ ആ ലക്ഷ്യം നേടിക്കൊടുത്തു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഇനി ചൈന എങ്ങനെയാണ് അമേരിക്ക കാണുക? അപ്പോൾ ചൈനയുടെ ഉപരോധം അമേരിക്ക മാറ്റിക്കൊടുത്തു എന്നുള്ളത്, അത് ഇന്ത്യയുമായി അടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക അത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നത്. പക്ഷേ ഇന്ത്യയുടെ പരചുങ്കം അല്ലെങ്കിൽ താരിഫ് നീക്കുമെന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒന്നാകുമ്പോൾ അത് അമേരിക്കയെ സ്വാഭാവികമായി ബാധിക്കും. അമേരിക്കയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായും ആ പ്രശ്നം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും അത്ര വലിയ രീതിയിലേക്ക് പോകണ്ട എന്ന് തീരുമാനിക്കാൻ ഒരുപക്ഷെ താരിഫ് പിൻവലിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യയെ സുഹൃത്താക്കാൻ അമേരിക്ക ശ്രമിക്കും. പക്ഷേ ഇന്ത്യക്കറിയാം, അമേരിക്ക സുഹൃത്തായാലും ട്രംപാണ് അവിടെ ഭരിക്കുന്നത്. കിളിപോയി കിടക്കുന്ന ഈ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ട് തൽക്കാലം കുറച്ച് അകറ്റി നിർത്തുന്നതാണ് നല്ലത് എന്ന് ഇന്ത്യക്ക് തോന്നിയാൽ അതിൽ നമുക്ക് ആർക്കും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്.